നമസ്കാരം. കോൺഗ്രസ് മനസ്സിൽ കാണാത്തത് പാലോട് രവി മരത്തിൽ കാണുന്നു. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി മനസ്സിൽ തോന്നിയത് മറയില്ലാതെ പറഞ്ഞുപോയി. കോൺഗ്രസിൽ KPCC പ്രസിഡന്റിനെ മാറ്റുമോ ഇല്ലയോ, അതിനെ തുടർന്നുള്ള പടലപ്പിണക്കങ്ങളും നടക്കുന്ന കാലമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനു മുമ്പുള്ള കാലം. കോൺഗ്രസുകാരിൽ ചിലർക്കെങ്കിലും നിരാശ തോന്നിയ കാലം. അങ്ങനെ മൂഡ് ഓഫ് തോന്നിയ കാലത്താണ് മണ്ഡലം പ്രസിഡന്റ് വിളിച്ചത്. അതും ബ്ലോക്ക് പ്രസിഡന്റുമായി സ്വരച്ചേർച്ചയിലല്ലാത്ത മണ്ഡലം പ്രസിഡന്റും. ഒന്നിച്ചു പോയില്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നോടെ മുങ്ങാം എന്ന സന്ദേശമാണ് നൽകാൻ ശ്രമിച്ചത്. പക്ഷേ വാക്കുകൾ കടുത്തുപോയി. DCC പ്രസിഡന്റിന്റെ കസേരയും തെറിച്ചു. ടീം UDF ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ വരുന്ന നാളുകളിൽ നിറവേറ്റിയെടുത്ത് 100 സീറ്റുകളുമായി UDF അധികാരത്തിൽ. അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് 100-ലധികം സീറ്റാക്കും. കോൺഗ്രസിനെ വെട്ടിലാക്കി പാലോട് രവിയുടെ ശബ്ദരേഖ. LDF-ന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് DCC അധ്യക്ഷൻ. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല, അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കുന്നത്. മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കരുത്. അല്ലേ ഞാൻ പറയുന്നത് നീ ഒരു പുല്ലും പറയണ്ട. അവിടെ സംഘടനാപരമായി കുറച്ച് ദൗർബല്യമുണ്ട്. അപ്പം ഞാൻ അയാളോട് പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളുടെ വാർഡ് നിങ്ങൾ ജയിക്കും. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആ അസംബ്ലി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ, നിങ്ങളുടെ ഭിന്നതകളൊക്കെ മാറ്റിയാൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ ഭവന സന്ദർശനം നടത്തിയാൽ ആളുകൾക്ക് ഏതെങ്കിലും അഭിപ്രായത്തിൽ അത് പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. അല്ല, നിങ്ങൾ തമ്മിലിങ്ങനെ അവിടെ ഭിന്നതയോടുകൂടി നിന്നാൽ നിങ്ങൾക്ക് അസംബ്ലിയും കിട്ടില്ല, പഞ്ചായത്തും കിട്ടില്ല, നിങ്ങളുടെ വാർഡും ജയിക്കത്തില്ല. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. ഞാനത് കണ്ടു. അപ്പോൾ ഞാൻ AICC നേതൃത്വമായിട്ടും കേരളത്തിലെ മറ്റു നേതാക്കന്മാരുമായിട്ട് ഗൗരവത്തിൽ ആ കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മനസ്സിലാക്കുക. ഇവരുള്ള കാര്യത്തിൽ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു DCC പ്രസിഡന്റാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു. പക്ഷെ അദ്ദേഹത്തിനെ ഇറക്കാൻ ആര് ശ്രമിച്ചു എന്നുള്ള പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. നിർദാക്ഷിണ്യം അവർക്കെതിരെ നടപടി സ്വീകരിക്കും. എന്ത് പറ്റിയാളിയാ? എന്തു പറ്റിയെന്നോ? ലിസ്റ്റ് എടുക്കാം. ആളിയനെ തല്ലിയവന്മാരുടെ പേരും മേൽവിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കാൻ. കാരണം പാർട്ടിക്ക് അവനീപ്പുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയവരാരാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഏത് ശക്തി ഉണ്ടെങ്കിലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരും. ഇനി ഏർപ്പാട് ചെയ്യാത്ത രീതിയിൽ പാർട്ടി ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. DCC പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റിനോട് സംസാരിച്ച സംഭാഷണത്തിന്റെ ശബ്ദരേഖ എങ്ങനെ ചോർന്നു എന്നതാണ് അടുത്ത അന്വേഷണ വിഷയം. മണ്ഡലം പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. DCC പ്രസിഡന്റിന് മനഃപൂർവ്വം പാര പണിതതല്ലെന്ന് പുറത്താക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പറ്റിപ്പോയി. നേരിട്ട് കണ്ട് മാപ്പ് അഭ്യർത്ഥിച്ചു മുൻ മണ്ഡലൻ. മുതലാളിക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല വാസു. ഒരുപാട് തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ. എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടാ. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. ഒരു പ്രവർത്തകൻ വിളിച്ചു. ആ പ്രവർത്തകനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വാർഡ് ജയിക്കണ്ടേ? അവിടെ ഇപ്പോൾ CPM ആണ് ഭരിക്കുന്നത്. CPM ഭരിച്ചാൽ മതിയോ? എങ്കിൽ നിങ്ങൾ ആ ഭിന്നത തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ഒരുമിച്ചിരിക്കണം. അസംബ്ലി അവിടെ CPM-നാണ് ഇപ്പോൾ MLA. അസംബ്ലി നമുക്ക് തിരിച്ചു വരണ്ടേ? നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് 10 വർഷം കഴിഞ്ഞ് ഗവൺമെൻറ് തിരിച്ചു വരണ്ടേ? ഈ ഒരു മെസ്സേജാണ് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആരന്റെ കാലത്ത് വാതുക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നത് തെണ്ടി. അമ്മച്ചി രവി സാറിനെ ഞാൻ കണ്ടു. വളരെ സന്തോഷമായിട്ടാണ് എന്നെ സ്വീകരിച്ചത്. തെറ്റിയ പറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു. അദ്ദേഹം എനിക്ക് മാപ്പ് തന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്.
സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചിലെ ഒരു കല്ല് ഇറങ്ങി എന്ന് തന്നെ ഇപ്പം പറയാം. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. അങ്ങനെ ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തിനെ കുരുക്കാൻ വേണ്ടി ചെയ്തതല്ല. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, പാലോട് രവിയെ വിളിച്ചു എന്നാൽ കാക്ക ആ വോയിസ് എനിക്കൊന്ന് ഇട്ടിരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇട്ടു. അതിൽ പെട്ടെന്ന് എനിക്കൊരു പന്തികേട് തോന്നി, ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അവൻ അവിടെ നിന്ന് അവൻ്റെ സുഹൃത്തായ ഒരു അനി പാലാങ്കോണം അയച്ചു കൊടുത്തു. പുള്ളി ഇതൊന്നും കാണൂലേ? പുള്ളിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരെ വാട്സപ്പ് ഫേസ്ബുക്ക് അറിഞ്ഞ കഴിഞ്ഞ ദിവസം പലർക്കും, പല മണ്ഡലം ഭാരവാഹികൾക്കും ബ്ലോക്ക് ഭാരവാഹികൾക്കും ജവഹറിൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്. എന്നെ ഫോണിൽ വിളിച്ച ആള് ഒരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകനാണ്. അയാളെ ഞാനത് ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് വളരെ സതുദ്ദേശത്തോടു കൂടി ഇപ്പോൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. അതാണ് സത്യം. തീർച്ചയായിട്ടും ഗുരുതരമായ തെറ്റാണ് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം വേറെ ഒരു മോശപ്പെട്ട വർത്തമാനവും അതിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ജില്ലാ കളക്ടറുടെയോ കമ്മീഷണറുടെയോ റൂറൽ പോലീസ് മേധാവിയുടെയോ കസേര ഒഴിഞ്ഞുകിടന്നാലും സാരമില്ല. പക്ഷെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റിന്റെ കസേരയിൽ ആളില്ലാതിരിക്കാൻ സാധ്യമല്ല. മുൻ സ്പീക്കർ N ശക്തന് താൽക്കാലിക പ്രസിഡന്റിന്റെ പദവി നൽകുകയും ചെയ്തു. പണ്ട് G കാർത്തികേയൻ സ്പീക്കർ പദവി രാജിവെച്ചപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ശക്തൻ സ്പീക്കർ പദവിയിലേക്ക് വന്നു. ഒഴിഞ്ഞുകിടന്ന ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ശക്തന് പകരക്കാരനായി വന്നയാളാണ് പാലോട് രവി. ഇപ്പോഴിതാ കാലം തിരിഞ്ഞു വന്നപ്പോൾ സംഘടനയിൽ പാലോടിന് പകരക്കാരനാകുന്നു ശക്തനും. പാലോട് രവിക്ക് പകരം DCC അധ്യക്ഷ ചുമതല N ശക്തന്. പാലിച്ച ഉത്തരവാദിത്വമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏതാനും ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് സഭ നടക്കുന്ന സമരവും പാർട്ടി പരിപാടികളും വളരെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകും. നീ കിളക്കി ധില്ലം ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങൾ മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പടയണി മേളം ഓ കാവടി മേളം. എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം. ഇത്രയധികം ബാധ്യത കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗ്രൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അനുഗ്രഹിച്ചാലും നന്നായി വരും. ഞാനും എന്റെ കുടുംബവും. മധ്വജനങ്ങൾക്കും ആർത്തവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്നൊരു വലിയ വരിയുണ്ട്. ശക്തന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ഈ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും ശക്തന്റെ പ്രവർത്തനത്തിന്. കാരണം ഈ ജില്ലയെ അറിയാം, ഈ ജില്ലയിലെ നേതാക്കളെയും പ്രവർത്തകരെയും അറിയാം. ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ശ്രീ ശക്തൻ. നീ അഭിനയിക്കാൻ പാടാ, അപ്പൊ കാണാം. നമ്മുടെ വെള്ളാപ്പള്ളിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടി കേരള രാഷ്ട്രീയത്തിൽ ഒരു വാതുവയ്പ് തന്നെ നടത്തിയിരിക്കുകയാണ്. 100 സീറ്റുമായി UDF കേരളം ഭരിക്കുമെന്ന് VD സതീശന്റെ പ്രവചനത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. 100 പോകട്ടെ, 98എങ്കിലും കിട്ടിയില്ലെങ്കിൽ സകല പദവികളും ത്യജിച്ച് വനവാസത്തിന് പോകാമോ? വനവാസമെന്നാൽ രാഷ്ട്രീയ വനവാസം. വെല്ലുവിളി അപ്പോൾ തന്നെ സ്വീകരിച്ചു സതീശൻ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രഖ്യാപനം സതീശന്റെ വർദ്ധിത ആത്മവിശ്വാസമാണെന്ന് പറയുമ്പോൾ ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ടിയിരുന്നോ എന്നാണ് വക്രദൃഷ്ടിയുടെ സംശയം. രാഷ്ട്രീയത്തിൽ ഇനിയും ഭാവിയുള്ള VD സതീശൻ വനവാസത്തിന് പോവുകയെന്ന് വെച്ചാൽ ശിവശിവ ചിന്തിക്കാൻ പോലും കേരളത്തിനാകുന്നില്ല. ഞാൻ ചോദിക്കുന്ന വിഷമം തോന്നരുത്. ഡോക്ടർ ഈഴവനാണോ? എന്റെ മാമ പറഞ്ഞു അങ്ങനെ വരുള്ളൂ, അങ്ങനെ വഴിയുള്ളൂ. അപ്പൊ ഇനി ഞാൻ ധൈര്യമായിട്ട് മാമ പറഞ്ഞ കാര്യം പറയൂ. പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ചോദിക്കട്ടെ, ഞാൻ അതിന്റെ വെല്ലുവിളിയാണ്. ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ കിട്ടിയില്ല എങ്കിൽ ഈ സുധീർ, ഈ നിങ്ങളുടെ MLA VD സതീശൻ ഇന്ന് അദ്ദേഹത്തിന്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകാവോ?
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിന് മാത്രമേ പറഞ്ഞുള്ളൂ, ഈഴവ വിരോധിയാണെന്ന് പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു. എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു. 98 സീറ്റ് UDF കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ 97 വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സമുദായ നേതാവ്, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ UDF ഒരു 97 സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഉറപ്പായി പോകും. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു. ഇത് സത്യം സത്യം സത്യം. VD സതീശൻ ഇന്ന് അദ്ദേഹത്തിന്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ഈ സതീശ് തയ്യാറാണോ? അദ്ദേഹം മാറണ്ട. UDF 100-ലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കരുത്. അദ്ദേഹം ആജീവനാന്ത അവിടെ ഇരുന്നോട്ടെ. എണീറ്റ് നടക്കാൻ വയ്യാതായാലും സാർ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കണം. അതിനായിരിക്കും ഇനി എന്റെ ശ്രമം. ഞാനും അദ്ദേഹമായിട്ട് മത്സരമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും. വെല്ലുവിളി ഏറ്റെടുക്കുക അല്ല, അത് വെല്ലുവിളിയല്ല, ഞാനത് ചെയ്യും. UDF തകർപ്പൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും. നിങ്ങൾ എന്നെ കാണില്ല. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ വെള്ളാപ്പള്ളി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച AM ആരിഫ് ജയിച്ചില്ലെങ്കിൽ താൻ മൊട്ടയടിക്കുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രവചനം. ആരിഫ് ജയിച്ചതിനാൽ വെള്ളാപ്പള്ളിക്ക് രോമനഷ്ടം ഉണ്ടായില്ല. ആരിഫ് ജയിച്ചില്ല, ഞാൻ മൊട്ട മുണ്ടനം ചെയ്ത് കാശിക്ക് പോകാം. മുടി മുണ്ടനം ചെയ്യുന്നതാണ്. 2 പിടി പിടിച്ചാൽ മതിയല്ലോ, ബാക്കിയൊക്കെ ദൈവം തന്നെ മുണ്ടനം ചെയ്തിട്ടുള്ള ശിരസാണ്. ആരിഫ് ജയിച്ചില്ല, ഞാൻ മൊട്ട മുണ്ടനം ചെയ്ത് കാശിക്ക് പോകാം. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയ. അപ്പൊ മനുഷ്യന് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല, 2 പിടി പിടിച്ചാൽ മതി. പക്ഷെ മുരളി ഇവിടുന്ന് പോയിട്ട് ക്ഷവരക്കാരനായിട്ട് ബാർബർ ഷാപ്പ് എന്നിട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല. കരുണാകരൻ സാറിൻ്റെ മകൻ പുള്ളി പറഞ്ഞില്ല, 2 പടി പഠിക്കുമ്പോൾ എൻ്റെ തലയിൽ മുടി പോകും എന്നാണ് മുരളി എവിടെ ചെന്ന് പറഞ്ഞത്? വയനാട്ടിൽ എന്ന് പറഞ്ഞത്. എൻ്റെ 2 പടി പഠിക്കുമ്പോൾ എൻ്റെ ഇത് പോകുന്നുള്ള നേരാണ്. അദ്ദേഹത്തിൻ്റെ പലതും എങ്ങനെയാണ് ഈ മുടിയെല്ലാം കൂടെ ഇങ്ങോട്ട് വളച്ച് വെച്ച് തൊണ്ടം കഷണ്ടി മറച്ചു വെച്ചിരിക്കുകയല്ലേ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുടി ഒന്ന് അഴിച്ചിട്ടാൽ 2 പേരും ഒരു 3 പടി പഠിച്ചാൽ പുള്ളിയുടെ തീരുമാനം. പക്ഷെ ഞാൻ ബാർബർ ഷാപ്പ് ഇട്ടിട്ടില്ല. മൊട്ടയടിക്കും എന്നൊക്കെയുള്ള ഉഗ്രശപഥം നടത്താത്തതിനാൽ തൃശൂരിലും രോമനഷ്ടമുണ്ടായില്ല വെള്ളാപ്പള്ളിക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി തോൽക്കുമെന്നായിരുന്നു പ്രവചന വിദഗ്ധനായ വെള്ളാപ്പള്ളി വാതുവയ്ക്കാതെ പ്രവചിച്ചത്. സത്യസന്ധമായ പ്രവചനങ്ങൾക്ക് സമീപിക്കുക പവിത്രൻ അടുത്ത വെളിച്ചപ്പാട്. സുരേഷ് ഗോപി ജയിക്കും. ഇപ്പോൾ പെട്ടി അടച്ചിരുത്തിക്കൊണ്ട് ഞാൻ പറയാം, നേരത്താണ് ഞാൻ പറയത്തില്ല, ജയിക്കാനുള്ള സാധ്യതയില്ല. എന്റെ ഒടേതമ്പരാനെ ഞാൻ എന്താണ് ഈ കേക്കണത്? പിന്നെ എന്നാത്തിനാണ് ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കണത്? കരക്കാര മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും തമ്പുരാനെ? അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. രാഷ്ട്രീയ അടവുനയവും മെയ്വഴക്കവും അദ്ദേഹത്തിന് ഇല്ലാത്തതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ ചോദിക്കട്ടെ, കായ് കൊടുത്താൽ 0 മാറ്റി ജയിപ്പിച്ച് കിട്ടുവാ? കാശ് കൊടുത്താലൊന്നും ജയിക്കില്ല. ഉള്ളത് പറഞ്ഞാൽ ജയിക്കത്തില്ല, ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. നോം അന്നേ പറഞ്ഞില്ലേ അത് നടക്കില്ല എന്ന്? പവിത്രൻ നടക്കുന്നതേ പറയൂ, പറയുന്നതേ നടക്കൂ.
ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ താമര വിരിയിച്ചു BJP. സുരേഷ് ഗോപി തൃശൂരിങ്ങെടുത്തു. സർവേശ്വര